ഹായ് മൈ ഡിയർ ലവ്ലീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. യൂഷ്വലി ഞാൻ മോർണിംഗ് വ്ളോഗ് റോ ആയിട്ട് ഇടാറ്, ഒരു സൗണ്ട് ഓവറും വോയിസ് ഓവർ ഒന്നും കൊടുക്കാണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇന്ന് വോയിസ് ഓവർ കൊടുക്കുന്നത് വേറെ ഒന്നല്ല, ഇന്ന് ഇത്തിരി ഉറക്കപ്രാന്തുണ്ട് കേട്ടോ. അപ്പോൾ ശരിയാവില്ലേ വോയിസ് ഓവർ കൊടുത്തില്ലെങ്കിൽ. അപ്പോൾ സപ്ന എൻ്റെ കുക്കാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ പുള്ളിക്കാരി 7 ദിവസത്തിന് പുള്ളിക്കാരിയുടെ വീട്ടിലേക്ക് പോയിക്കായിരുന്നു. ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട്. അവൾ വന്ന ഉടനെ തന്നെ സ്നോയി അവളെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സപ്നെ റെക്കഗ്നൈസ് ചെയ്തു. അതാണ് സ്നോയി ഓടി വന്നേക്കണേ. അല്ലെങ്കിൽ അവൻ ഇങ്ങനെ വരില്ല കേട്ടോ അടുത്തൊന്നും. അങ്ങനെ സ്നോയി അവളെ ഒരു നോട്ടൊക്കെ നോക്കി. ഞാൻ സമയം നോക്കിയപ്പോൾ ഇപ്പോൾ 7 o'clock ആയിട്ടുണ്ട് കേട്ടോ. ഇനി 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഫുഡൊക്കെ ഉണ്ടാക്കണം. സപ്ന അപ്പോൾ കിച്ചണിലേക്ക് പോയിട്ടുണ്ട്. ഇന്ന് ഉണ്ടാക്കുന്നത് രാജ്മയാണ് കേട്ടോ. രാജ്മ ഞാൻ തലേ ദിവസമേ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാജ്മ കുക്കറിലിട്ടിട്ട് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് വേവിക്കണം. എന്തൊക്കെയാണ് രാജ്മയിൽ ഇടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം രാജ്മ തലേ ദിവസം കുതിർത്തി വെക്കുക. അത് കഴിഞ്ഞിട്ട് വെളിച്ചമാകുമ്പോൾ ഒന്ന് കഴുകിയെടുക്കുക രാജ്മ. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഉപ്പ് മുളക് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിക്കുക കേട്ടോ. സ്നോയി ഇവിടെ അവനവൻ്റെ പാപ്പത്തിന് വേണ്ടിയിട്ട് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവന് പാപ്പൊക്കെ കൊടുത്തതാണ്, പക്ഷേ ഈ ഇടയായിട്ട് അവനൊരു കൊതിയനായി മാറിയിട്ടുണ്ട് പാപ്പം കഴിച്ചിട്ട്. പിന്നെ വേറെ എന്താണ്, അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ നുറുക്കണം. നമ്മൾ നോർത്ത് ഇന്ത്യയിൽ എല്ലാ ഡിഷിലും കൂടുതൽ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നല്ലോണം ഇടും കേട്ടോ ഇവരെല്ലാത്തിലും. അതൊരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ രാജ്മ നേരത്തെ പറഞ്ഞ പോലെ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും വേണമെങ്കിൽ കുറച്ച് തേജ് പത്തയൊക്കെ ഇട്ടിട്ട് നമുക്ക് വേവിക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും നമുക്ക് ഉള്ളിയും തക്കാളിയുടെയും കൂടെ ഒപ്പം വഴറ്റാം കേട്ടോ. അപ്പോൾ അതായിരിക്കും ബെറ്റർ കേട്ടോ. എന്നിട്ട് അപ്പോൾ തക്കാളി, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടി വഴറ്റി അത് കഴിഞ്ഞിട്ട് മിക്സിയിൽ അരച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു പേസ്റ്റ് ആക്കി എടുക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ രാജ്മ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രാജ്മയിലേക്ക് ഈ ഒരു ഗ്രേവി, സെമി പേസ്റ്റായ ഗ്രേവി തട്ടും കേട്ടോ. പിന്നെ ഇന്നത്തെ ക്ലൈമറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം, അടിപൊളി ക്ലൈമറ്റാണ്. ഓഗസ്റ്റ് മാസമാണ്. മഴ ഇടയ്ക്ക് വരുന്നുണ്ട്, ഇടയ്ക്ക് കിട്ടുന്നുണ്ട്, ഇടയ്ക്ക് പോകുന്നുണ്ട്. അങ്ങനെയുള്ളൊരു ക്ലൈമറ്റാണ് കേട്ടോ. ഡൽഹിക്ക് വരാൻ പറ്റാവുന്നവർക്കൊക്കെ വരാൻ പറ്റിയൊരു ക്ലൈമറ്റാണ്. അടിപൊളി ക്ലൈമറ്റാണ്. ഉഷ്ണം അധികമൊന്നുമില്ല. എന്നാൽ അതേസമയം മഴ ചില ദിവസം പെയ്യാണ്ട് നിൽക്കുമ്പോൾ മാത്രം ഇത്തിരി പുഴുക്കം ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ബോക്സ് എന്നാണ് ഇവിടെ പറയുക കേട്ടോ. മസാല ഇട്ട് വെക്കണ ബോക്സ്, അതിലെല്ലാ മസാലകളും റെഡിയാക്കണ, എല്ലാം നിറച്ച് വെക്കണം. ബിക്കോസ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വേഗം നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ മസാലകൾ എളുപ്പത്തിൽ കിട്ടും കേട്ടോ. അതേസമയം ഷീല എത്തിയിട്ടുണ്ട് ഇനി അടിച്ചു വാരി തുടയ്ക്കാനൊക്കെ. അപ്പോൾ ഷീല അടിച്ചു വാരി തുടയ്ക്കുന്ന സമയത്ത് ഇവിടെ ഉള്ളിയും തക്കാളിയും വഴറ്റിക്കൊണ്ടിരിക്കണം. മറ്റു സ്ഥലത്ത് ഉപ്മാവ് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. റവ ഒന്ന് ചൂടാക്കണം. ബിക്കോസ് ഇന്നലെ ഞാൻ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ സപ്പന ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം സപ്പന ഇല്ലാത്ത ദിവസം ഞാൻ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാമ്പാറിൻ്റെ ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സപ്പനോട് പറഞ്ഞു, ഞാൻ ഉണ്ടാക്കിയ സാമ്പാറിൻ്റെ കൂടെ ഈ ഒരു ഉപ്മാവ് കോമ്പിനേഷനായിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്മാവ് സപ്പന ഉണ്ടാക്കണം കേട്ടോ. അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സാമ്പാറും ഉപ്മാവുമാണ്. അതേസമയം സതീഷ് അവിടെ ഉറക്കത്തുനിന്ന് എണീറ്റ് ഉടനെ തന്നെ സതീഷ് ആദ്യം സ്നോയിയെ കയ്യിൽ ക്യാരി ചെയ്യും കേട്ടോ. എന്നിട്ട് അവനെ കൊണ്ടുപോയി ബാൽക്കണിയിൽ ഇരുത്തും. എന്നിട്ട് ഫാൻ ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ കോമ്പിങ് സെഷൻ തുടങ്ങും കേട്ടോ. സ്നോയ്ക്കും അതെ ഈ ഒരു മോർണിംഗ് സമയത്ത് കിട്ടുന്ന പാമ്പർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവനെല്ലാവരും എനിക്ക് ഉടനെ തന്നെ നല്ലോണം പാമ്പർ ചെയ്യും കേട്ടോ. അപ്പോൾ സതീഷ് എനിക്ക് ഉടനെ തന്നെ അവനെ ഒന്ന് മുടിയൊക്കെ ചീന്തി കൊടുക്കും കേട്ടോ. ബിക്കോസ് അബോർഷൻ കേറ്റായ കാരണം അവിടെ ഇവിടെയൊക്കെ മുടി വീഴാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ അവനെ ബാൽക്കണിയിൽ ഇരുത്തി ചെയ്യണത് വേറെ ഒന്നുമല്ല, വീട്ടിൻ്റെ അകത്തൊന്നും മുടി വരാണ്ടിരിക്കാൻ. പൊതുവെ എന്നും ഡെയിലി ഗ്രൂം ചെയ്യണ കാരണം, ചീർപ്പോണ്ട് ചീന്തണ കാരണമൊക്കെ അവൻ്റെ മുടി ഒട്ടും കൊഴിയില്ല കേട്ടോ. വളരെ നല്ല ഒട്ടും കൊഴിയില്ല. ആകെ കൂടി സീസണൽ ചേഞ്ചസ്, വിൻ്ററിന്ന് സമ്മറിന്ന് വിൻ്ററൊക്കെ ആകുമ്പം മാത്രം ഒന്ന് മുടി കൊഴിയുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ബാൽക്കണിയിൽ അവന് കാറ്റ് കൊണ്ട്, ഫാനിൻ്റെ കാറ്റും അതേപോലെ പുറത്തത്തെ കാഴ്ചയൊക്കെ കണ്ട് ഒരു ഗ്രൂമിങ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ എന്താ വേണ്ട. അവൻ്റെ ഇരിപ്പ് കണ്ടാൽ അറിയാലോ നിങ്ങൾക്ക് എത്ര കംഫർട്ടബിളാണ് അവൻ. അങ്ങനെ അവൻ ആ ഒരു കോമ്പിങ്ങൊക്കെ സൂചിച്ചിരിക്കണം കേട്ടോ. അതേസമയം ഇവിടെ മക്കൾ ഇപ്പം എനിക്കാറായിട്ടില്ല, ഉറങ്ങിക്കൊണ്ടിരിക്കണ, എനിക്കാൻ സമയമുണ്ട് കേട്ടോ. ഇവിടെ അടുപ്പത്ത് സാമ്പാർ ചൂടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ ഉപ്മാവ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ കുക്കറിൽ രാജ്മ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കാപ്പിക്ക് തയ്യാറെടുപ്പാണ്.
ഇവിടെ ആട്ട കുഴച്ചിരിക്കുന്നുണ്ട്. പിന്നെ എല്ലാം റെഡിയാക്കി ഇങ്ങനെ സെറ്റാക്കി വെക്കുന്നു. 2 തവ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ റൊട്ടി ഉണ്ടാക്കാറ്. ബിക്കോസ് അങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് റൊട്ടി ഉണ്ടാക്കി കഴിയും. നമ്മൾ കുറേ പേരൊക്കെ ഉള്ള ആൾക്കാരാണ്, കുറേ റൊട്ടി 2 നേരമൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ 2 തവ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് റൊട്ടിയൊക്കെ വേഗം ഉണ്ടാക്കി നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ആ അലുമിനിയം ഫോയിൽ വെച്ച പാത്രത്തിലേക്കാണ് നമ്മൾ ഈ റൊട്ടി ചൂട് കൊടുക്കണ ഇടാൻ പോണേ. അലുമിനിയം പാത്രത്തിൽ അങ്ങനെ ഇടാൻ പാടില്ല കേട്ടോ, അലുമിനിയം ഷീറ്റിൽ. മറ്റേ ടിഷ്യൂ പേപ്പർ കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അലുമിനിയം പേപ്പറിൽ ഇടുന്നു എന്നുള്ളൂ കേട്ടോ. ചൂടുള്ള സാധനങ്ങൾ അലുമിനിയം ഷീറ്റിൽ ഇടുന്നത് നല്ലതല്ല. ഇവിടെ സതീഷ് മോർണിംഗ് ന്യൂസ് പേപ്പർ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സമയം ഒരു 8 മണി ആവാറായിട്ടാണ്. അപ്പോൾ അങ്ങനെ പുറത്തത്തെ ഒരു ക്ലൈമറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഇന്ന് മഴ ഉറപ്പായിട്ടും പെയ്യും. നേരത്തെ ഞാൻ കാണിച്ചല്ലോ ബാൽക്കണിയിൽ നിന്ന്. പിന്നെ ഇവിടെ നോർത്ത് ഇന്ത്യൻസ് റൊട്ടി ചുടുന്ന ഒരു വിധം ഇങ്ങനെയാണ്, കണ്ടില്ലേ, ഇങ്ങനെ നല്ലോണം പോളപ്പിച്ചെടുക്കും കേട്ടോ. റൊട്ടി നല്ല സോഫ്റ്റും ആണ് കേട്ടോ. നന്നായി ആട്ട അച്ചിലായിട്ട് കുഴച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായി റൊട്ടി കിട്ടും കേട്ടോ. പിന്നെ അത് ചൂട് കൊടുക്കണേ നിങ്ങൾ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പറിലേക്ക് ഇടുകയാണ് ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ അവളുടെ പണിയൊക്കെ കഴിഞ്ഞ് സ്വപ്ന ഒരു 8:05 അല്ലെങ്കിൽ 10 പോട്ടാ. നോക്കിയോളൂ, ഞാൻ ഇപ്പോൾ സമയം കാണിച്ചു തരാൻ, കണ്ടില്ലേ, 8:10 8:15 അങ്ങനെ ഒരു സമയത്ത് അവൾ എന്തായാലും ഇറങ്ങിയിരിക്കും കേട്ടോ. അതിൻ്റെ ഇടയിൽ എല്ലാ പണികളും തീരും. അപ്പോൾ ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊട്ടി ഇരിക്കുന്നുണ്ട്, പിന്നെ അതേപോലെ ഉപ്മാവ് ഇരിക്കുന്നുണ്ട്, ഇന്നലെ ഞാൻ ഉണ്ടാക്കിയ സാമ്പാറിൻ്റെ കൂടെ കഴിക്കാൻ. പിന്നെ നമ്മുടെ മറ്റേ ഈ ഒരു പാത്രത്തിൽ രാജ്മ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ മതിയല്ലോ. പിന്നെ പിള്ളേർ പിന്നെ ടിഫിൻ പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഒരാൾ കോളേജിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, ഒരാൾ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ പാത്രങ്ങളൊക്കെ ഇവിടെ കഴുകി സെറ്റാക്കി ഇരിക്കുന്നുണ്ട്. ബാക്ക് സൈഡിലത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെയുള്ള ഗ്രൗണ്ട് ഫ്ലോറിൽ അവിടെ വേലക്കാരി അടിച്ചുവാരി തുടച്ച് വൃത്തിയാക്കി ഇടുന്നുണ്ട് കേട്ടോ അവരുടെ ആ ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ. ഈ ഗ്രൗണ്ട് ഫ്ലോറിലുള്ളവർക്ക് കൂടുതൽ ചെടികളൊക്കെ ഇങ്ങനെ വെക്കാട്ടോ, സെറ്റ് ചെയ്ത് വെക്കാം. നല്ല ഗ്രീനറി ആയിരിക്കും, അവർക്ക് കുറേ സ്പേസ് ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വേലക്കാരി അവിടെ അടിച്ചുവാരി തുടയ്ക്കണം കേട്ടോ. പിന്നെ ഇവിടെ സ്നോയി വീണ്ടും കാത്തിരിക്കുന്നുണ്ട്, ഇനി വല്ല പാപ്പ കിട്ടുമെന്ന് ദയനീയമായി എന്നെ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എപ്പോഴും സ്നോയിക്ക് പാപ്പം കൊടുത്തു കഴിഞ്ഞാൽ സ്നോയിക്ക് ഓവർ വെയിറ്റ് ആവും കേട്ടോ. അത് സ്നോയുടെ ഹെൽത്തിന് നല്ലതല്ല. അപ്പോൾ അവന് അധികം പാപ്പം നമ്മൾ റെഗുലേറ്റ് ചെയ്തിട്ടാണ് കൊടുക്കാറുണ്ട്. ഡോക്ടർ പറഞ്ഞ ആ ഒരു രീതിയിലാണ് കൊടുക്കാറുള്ളൂ. പിന്നെ ഇന്ന് എന്താവോ കുറേ ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ ഈ AC മേളിലേക്ക് ഒരു പ്രാവ് എത്തിയിട്ടുണ്ട്. പിന്നാലെയാണ് കൂടുതൽ പ്രാവ് വരാറ്. ഇപ്പോൾ ഈ ഒരു ഫ്രണ്ട് ബാൽക്കണിയിൽ പ്രാവ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്നോയി പെട്ടെന്ന് ആ പ്രാവിനെ കണ്ടപ്പോൾ ഒരു അറ്റാക്കിംഗ് മോഡിലാണ് ഇപ്പോൾ നിൽക്കണം കേട്ടോ. ഒന്നും ചെയ്യാൻ പറ്റില്ല, വേറെ ഒരു കാര്യമില്ല. ചില്ലിൻ്റെ ഇപ്പുറത്താണ് ആവാനിരിക്കണേ. ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്നിട്ടൊന്ന് പ്രാവിനെ ഒന്ന് കണ്ണുരുട്ടി നോക്കാന്നല്ലാണ്ട് വേറെ ഒരു വഴിയില്ല കേട്ടോ പ്രാവിനെ അറ്റാക്ക് ചെയ്യാൻ. അപ്പോൾ ഏതായാലും അവനൊരു എൻ്റർടൈൻമെൻ്റ് ആയില്ലേന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ അവൻ്റെ കണ്ടില്ലേ, പ്രാവ് പറന്നു പോയപ്പോൾ അവനെ ഇവിടെ ഇരുന്ന് നോക്കണം കേട്ടോ. അവന് പ്രാവ് നമ്മൾ മേടിച്ചു കൊടുത്ത് തൊട്ടടുത്ത് കൊണ്ടിട്ടാലും അവൻ ഒന്നും ചെയ്യില്ല കേട്ടോ പ്രാവിനെ. ഈ കാണിക്കണ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ പോയി അറ്റാക്ക് ചെയ്യുന്നുള്ള പോലെയൊക്കെയാണ് കേട്ടോ. പക്ഷെ അവന് അത്ര ധൈര്യമില്ല പ്രാവിനെയൊക്കെ പിടിക്കാൻ. അവൻ വീട്ടിൽ വളർന്ന കാരണം ഒരു ഡൊമസ്റ്റിക് അനിമൽ അല്ലേ, അപ്പോൾ അവന് അത്ര ധൈര്യമില്ല. അപ്പോൾ സതീഷ് അവന് കുറച്ച് പാപ്പം കൊടുക്കാൻ പാവല്ലേ. അവനിങ്ങനെ വിഷമിച്ചിങ്ങനെ നോക്കുമ്പോൾ മനസ്സിങ്ങനെ അലിഞ്ഞു പോവും. അപ്പോൾ കുറച്ചുകൂടി ഗ്രേവി കൊടുക്കണം. പക്ഷെ അവൻ്റെ വെയിറ്റ് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 5 കിലോയെക്കാട്ടും കൂടുതൽ ഒരിക്കലും പൂച്ചക്കുട്ടി ആവാൻ പാടില്ല. 4 വയസ്സല്ലേ ഉള്ളൂ. 5 കിലോ ഭാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ പ്രാവാണെങ്കിൽ അവിടെ വീണ്ടും സ്നോയിയെ കാത്തിങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി സ്നോയി എവിടെ അറ്റാക്ക് ചെയ്യാൻ വരുമോ എന്നൊക്കെ നോക്കിയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. സ്നോയി ഇവിടെ പാപ്പം കഴിക്കാനുള്ള ബിസി തിരക്കിലാണ്. അവിടെ വീടൊക്കെ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്, ബെഡ്റൂം വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്, ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ സമയത്ത് ടിഫിൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒപ്പം വീഡിയോ എടുക്കുന്നുണ്ട്. 2 മക്കൾക്കും ടിഫിൻ പാക്ക് ചെയ്യണ്ടേ. പിന്നെ ഇഷിക്കയുടെ ആധാർ കാർഡ് സെറ്റായിട്ടുണ്ട്. അവളുടെ ആധാർ കാർഡിൽ എന്തൊക്കെയോ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ശരിയാക്കിയ ലെറ്റർ എത്തിയിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് സതീഷും ഇഷിക്കയും. ബിക്കോസ് ഇനിയിപ്പോൾ കോളേജൊക്കെ പോയി തുടങ്ങിയില്ലേ, അപ്പോൾ ബാങ്ക് അക്കൗണ്ടൊക്കെ വേണം. ഇനിയിപ്പോൾ ഇവിടുന്ന് കോളേജ് കഴിഞ്ഞാൽ ജോലിക്കൊക്കെ പോകേണ്ടതല്ലേ. വീണ്ടും സ്നോയി ഒരു ദയനീയ മോഡിൽ നോക്കുന്നുണ്ട്. അവൻ എത്ര ഗ്രേവി കഴിച്ചാലും മതിയാവില്ല. അവനൊരു ഗ്രേവി ഇഷ്ടമുള്ള കുട്ടീനെ. അപ്പോൾ സ്നോയിയെ അവിടെ സതീഷ് ആ ഒരു സോഫയുടെ ഏരിയയിൽ ഇരുത്തിയിട്ട് അവനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അവൻ ആടിയുടെ താഴെ ഇങ്ങനെ മസാജ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതേസമയം സതീഷ് കുളിക്കാനുള്ള ഏർപ്പാടിലാണ്, കുളിക്കാനുള്ള അതിന് പോവാണ് കേട്ടോ.
ആടിയുടെ താഴെ എത്ര മസാജ് ചെയ്താലും അവന് മതിയാവില്ല കേട്ടാ. എന്തറിഞ്ഞൂടാ, പൂച്ചകൾക്ക് അങ്ങനെയാണോ അതോ പട്ടികൾക്കും അങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടാ. ആടി കുറേ നേരം ഇങ്ങനെ മസാജ് ചെയ്ത് അവനിങ്ങനെ സൂയിച്ചിരിക്കും. കണ്ടില്ലേ, അവൻ അവിടെ ഇരുന്ന് സൂയിക്കണ. അപ്പോൾ ഓണൊക്കെ അല്ലേ, അപ്പോൾ ഞാൻ ഇങ്ങനെ മേളിലൊക്കെ നോക്കിയപ്പോൾ മാറാമ്പല ചില സ്ഥലത്തൊക്കെ കാണാണ്ട്. അപ്പോൾ ആ മാറാമ്പലൊക്കെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് ശരിയാക്കി എടുക്കാൻ പറയുമായിരുന്നു. ഞാനിവിടെ താഴെ ഡസ്റ്റിങ് ചെയ്യുന്നുണ്ട്. ശീല അവിടെ മേളിൽ മാറാമ്പല തട്ടുണ്ട്. രണ്ടുപേരും കൂടിയിട്ട് ഒന്ന് വീടൊന്ന് ഓണമാകുമ്പോഴേക്കും റെഡിയാക്കി എടുക്കണം. ബിക്കോസ് ഓണത്തിൻ്റെ പേരില്ലെങ്കിലും നമ്മൾ കൂടുതൽ വീടൊന്ന് ക്ലീൻ ആക്കാൻ നോക്കുമല്ലോ. നമുക്ക് റീസൺ കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ലതല്ലോ. ഒരു റീസൺ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഉന്മേഷത്തോടെയും ജോഷോടെയും നമുക്ക് വീടൊന്ന് ക്ലീൻ ആക്കാൻ പറ്റും. അപ്പം ഞാനും ശീലയും ഈയിടെയായിട്ട് ഓരോ റൂം അറ്റാക്ക് ചെയ്യും, ഓരോ റൂമായിട്ട് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുക ആണ് പതിവ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ റൂം ഈ ഡൈനിങ് റൂമാണ്. ഒപ്പം സ്നോയി ഇരിക്കുന്നുണ്ട് കേട്ടോ. സ്നോയി ഇങ്ങനെ കൂട്ടുകൂടി ഇന്ന് എന്തറിഞ്ഞൂടാ, എൻ്റെയും സതീഷിൻ്റെ ഒക്കെ അടുത്ത് കുറേ കൂട്ടുകൂടി ഇരിക്കുന്നുണ്ട്. പിന്നെ അവന് മനസ്സിലായിട്ടാ എന്തോ ഒരു ഫെസ്റ്റിവൽ വരുന്നുണ്ട്, 15th ഓഗസ്റ്റ് വരുന്നുണ്ട്, അതേപോലെ ഓണം വരുന്നുണ്ട്. അങ്ങനെ എന്തോ അവന് മനസ്സിലാവുമ്പോൾ അവൻ നമ്മൾ ആക്റ്റീവായി കഴിഞ്ഞാൽ അവൻ ഉടനെ നമ്മുടെ അടുത്ത് വന്നിരിക്കും കേട്ടോ. അവനും ആക്റ്റീവ് ആവും. അപ്പോൾ 8:30 നമ്മുടെ കൂടക്കാരൻ എത്തി. ഇന്നിത്തിരി ലേറ്റാണ്, ഇന്നൊരു 10 മിനിറ്റ് ലേറ്റാണ്. കൂടക്കാരൻ്റെ ഒക്കെ ഇവിടെ ടൈം ഫിക്സ്ഡ് ആണ് കേട്ടോ അപ്പാർട്ട്മെൻറ്റിൽ. നമ്മൾ ആ സമയത്ത് ഒന്നെങ്കിൽ കൂടെ കൊണ്ടുവയ്ക്കാൻ പുറത്ത്, അല്ലെങ്കിൽ നേരെ കയ്യിൽ കൊടുക്കാം കേട്ടോ. പിന്നെ കൂടെ വെറ്റ് കൂടെ വേറെ വെക്കണം, ഡ്രൈ കൂടെ വേറെ വെക്കണം കേട്ടോ. ഓടി കളിക്കണ സ്നോയി, ഓടി കളിക്കണ സ്നോയി, ഓടി കളിക്കണ. ഓടി കളിക്കുക സ്നോയി, ഓടി കളിക്കണ. അവിടെ പ്രാവില്ല, എന്താ കാലുമ വാവു വന്നു. അപ്പോൾ ഇവിടെ കുളിച്ച് സതീഷ് റെഡി ആയിട്ട് ഓഫീസിലേക്ക് റെഡി ആവണം കേട്ടോ. റൊട്ടി റെഡി ആയിട്ടുണ്ട്, രാജ്മീൻ റെഡി ആയിട്ടുണ്ട്. ആദ്യം ഞാൻ റൊട്ടിയും രാജ്മീൻ കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ എനിക്ക് ഓർമ്മ വന്ന റൊട്ടിയും രാജ്മീൻ ആൾക്ക് ഇഷ്ടമില്ല, അതിനെക്കാട്ടും കൂടുതൽ ഇഷ്ടം ഉപ്മാവും സാമ്പാറും. പിന്നീട് ഞാൻ ആ പ്ലേറ്റ് മാറ്റിയിട്ട് ഉപ്മാവും സാമ്പാറും സതീഷിന് കൊടുത്തു കേട്ടോ. അതെനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ സ്നോയി വീണ്ടും പാത്രത്തിലേക്ക് മുഖം വെച്ചിട്ട് വീണ്ടും കഴിക്കുന്നുണ്ട് കേട്ടോ. സതീഷ് ഉപ്മാവും സാമ്പാറും കഴിക്കണു. അങ്ങനെ സതീഷ് ഓഫീസിലേക്ക് പോകാൻ തയ്യാറെടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ ഇന്ന് സതീഷ് മൂത്ത മോളെയാണ് കൊണ്ടുപോകണം കേട്ടോ. ബിക്കോസ് താഴെയുള്ള മോൾക്ക് ഇന്ന് 12 മണിക്കാണ് കോളേജ്. അപ്പോൾ സതീഷും അനുഷ്കയും കൂടിയിട്ട് ഓഫീസിലേക്ക് പോകണം. ഓൺ ദി വേ അനുഷ്കേനെ ഡ്രോപ്പ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് സതീഷിൻ്റെ ഓഫീസിലേക്ക് പോകും. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അനുഷ്ക ചമ്മിയ കാര്യം. അപ്പോൾ ഇപ്രാവശ്യം അനുഷ്ക ചമ്മിയില്ല. ബിക്കോസ് ഇപ്രാവശ്യം അനുഷ്കേനാണ് സതീഷ് കൊണ്ടുപോകണം. മറ്റാൾക്ക് പിന്നെ 12 മണിക്കല്ലേ പോകണേ, അവൾ റാപ്പിഡോ പിടിച്ച് പോക്കോളും. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം കേട്ടോ.